നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള ഷോപ്പുകളിലൂടെ വിതരണം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിലുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ആ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ അല്പം വില കുറച്ച് കൊടുക്കാൻ പറ്റും, ഗുണമേന്മ കൂട്ടി കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ കടക്കാരും അക്സെപ്റ്റ് ചെയ്യും. കടക്കാരുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ അവരുടെ ആ പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളോട് എടുക്കുന്നതിനും അവർക്ക് കുഴപ്പമൊന്നും കാണില്ല. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലെമൺ സ്ക്വാഷ് ആണ്. സ്ക്വാഷ് ഏത് കാലത്തും കേരളത്തിൽ വിറ്റുപോകുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മളുടെ ശീതളപാനീയങ്ങൾ വിൽക്കുന്ന കടകൾക്കും അത് കൂടാതെ തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റ് ബൾക്കായിട്ട് കൊടുക്കാൻ പറ്റും. വിവാഹ സദ്യയ്ക്ക് ഇതൊക്കെ ഒരു അത്യാവശ്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. അവർക്ക്, അതായത് കാറ്ററിംഗ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റും, ഇവന്റ് മാനേജ് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി കൊടുക്കാൻ പറ്റും. അതിനൊക്കെ അല്പം മാർക്കറ്റിംഗ് അത്യാവശ്യമാണ്. ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ആദ്യം വേണ്ട പ്രോഡക്ട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എന്താണ് എന്ന് നോക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. സിമ്പിൾ സിറപ്പ് 2 ലിറ്റർ വേണം, എസൻസ് വേണം 40 ml വേണം, ലൈം ജ്യൂസ് വേണം 40 ഗ്രാം വേണം, സിട്രിക് ആസിഡ് വേണം 60 ml, പ്രിസർവേറ്റീവ്സ് 15 ഗ്രാം, ഫോം 2 ഗ്രാം, ഫോം 7 ഗ്രാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കെമിക്കൽ ഷോപ്പിൽ കിട്ടും. അല്ലാതെ പുറത്തുനിന്നുള്ള പ്രോഡക്റ്റുകളല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സിട്രിക് ആസിഡ് ചൂടുള്ള വെള്ളത്തിൽ ലയിപ്പിക്കണം ആദ്യം, എന്നിട്ട് അത് സിറപ്പിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഈ ഇളക്കി വെച്ച പാനീയത്തിലേക്ക് നമ്മളുടെ എസൻസും കളറും ഫോമും ഒഴിച്ച് നന്നായിട്ട് വീണ്ടും ഇളക്കുക. അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ പാക്ക് ചെയ്യാം. പാക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അതായത് നമ്മളിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉടനെ പ്രിസർവേറ്റീവ് ചേർക്കരുത്. അത് പാക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് പ്രിസർവേറ്റീവ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പാക്ക് ചെയ്യുക. ബോട്ടിലുകൾ നിങ്ങൾക്ക് അറിയാവുന്ന ബോട്ടിലുകൾ തന്നെയാണ്. പിന്നെ നമ്മളുടെ ലേബൽ ഒട്ടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ മാർക്കറ്റിൽ എത്തിക്കുക. ഇവിടെ ഫുഡിന്റെ ലൈസൻസ് എടുക്കാതെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാനോ വിപണനം ചെയ്യാനോ പാടില്ല. ഫുഡിന്റെ ലൈസൻസ് എടുത്തതിന് ശേഷം നമുക്ക് 90 ദിവസത്തിനുള്ളിൽ പാക്കർ ലൈസൻസും എടുക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.